നമുക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ നടന്ന കാര്യം ഇപ്പോഴും അതിന്റെ വിവാദം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടനം ഇന്നലെയായിരുന്നു. ചടങ്ങിൽ RSS ഗണഗീതം ആലപിച്ചതിലെ വാക്പോര് ഇനിയും തീർന്നിട്ടില്ല. സാമൂഹ്യ മാധ്യമത്തിൽ റെയിൽവേ ഔദ്യോഗിക പേജിൽ ഗണഗീതം പങ്കുവച്ചതാണ് വിവാദമായത്. മുഖ്യമന്ത്രി അടക്കം വിമർശനവുമായി രംഗത്തെത്തിയതോടെ ആ പോസ്റ്റ് പിൻവലിച്ചു. പക്ഷേ രാത്രിയോടെ വീണ്ടും ആ പോസ്റ്റ് ഇട്ടു. സംസ്ഥാനത്ത് LDFും UDFും ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ലേബി സജീന്ദ്രൻ, ഗുഡ് മോർണിംഗ്. എളമക്കര സ്കൂളിലെ കുട്ടികളാണ് ഗണഗീതം ആലപിച്ചത്. അത് സ്കൂളിന്റെ ഗാനമാണ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നുമുണ്ട്. എങ്ങനെയാണ് ഈ വിവാദത്തിന്റെ പോക്ക്? ഗുഡ് മോർണിംഗ്. ഇന്നലെ ഫ്ലാഗ് ഓഫ് ചെയ്ത ട്രെയിൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്നതിനിടയിലാണ് അതിൽ അതിഥികൾക്കൊപ്പം കയറിയ കുട്ടികൾ ഗണഗീതം ആലപിച്ചത്. ഗണഗീതം ആലപിച്ചതിന് പിന്നാലെ ഇത് സമൂഹ മാധ്യമ പേജിലൂടെ ഔദ്യോഗികമായി റെയിൽവേ പങ്കുവച്ചതോടെയാണ് വിവാദം തുടങ്ങുന്നത്. ഇത്തരത്തിൽ കുട്ടികൾ RSS ശാഖകളിലും പരിപാടികളിലുമൊക്കെ ആലപിക്കുന്ന RSSന്റെ ദേശഭക്തി ഗാനം എന്തുകൊണ്ട് കുട്ടികളെ കൊണ്ട് ചൊല്ലിച്ചു, എന്തുകൊണ്ടത് റെയിൽവേ ഔദ്യോഗിക പേജിൽ ഇട്ടു എന്ന വിമർശനവുമായി ഭരണ പ്രതിപക്ഷങ്ങൾ സംസ്ഥാനത്ത് രംഗത്ത് വന്നു. വൈകുന്നേരത്തോടുകൂടി ഇത് ഉച്ചയോടുകൂടി തന്നെ വിവാദമായപ്പോൾ ഇത് പിൻവലിക്കുന്നു. വൈകുന്നേരത്തോടെ വീണ്ടും ഇടുന്നു. അതേ തുടർന്നാണ് പിന്നെ മുഖ്യമന്ത്രി പ്രതിഷേധവും അറിയിക്കുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതിഷേധം അറിയിക്കുന്നു. യുവജന സംഘടനകളുടെ പ്രതിഷേധം ഇന്നലെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് DYFI പ്രതിഷേധം നടത്തുന്നു. AIYF തൃപ്പൂണിത്തുറ സ്റ്റേഷനിലേക്ക് പ്രതിഷേധം നടത്തുന്നു. കൊച്ചിയിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. സംസ്ഥാനത്ത് പല ഭാഗത്തും ഇത്തരത്തിൽ പ്രതിഷേധം ഉയരുന്നു. എന്നാൽ അതിന് മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രംഗത്ത് വന്നത് എന്തിനാണ് മുഖ്യമന്ത്രി ഇതിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്? ഇതിൽ കുട്ടികൾ ഒരു ദേശഭക്തി ഗാനം ആലപിച്ചതാണോ പ്രശ്നം? കുട്ടികൾ അവരുടെ ഉല്ലാസത്തിന് ഒരു ഗാനം ആലപിച്ചതാണോ പ്രശ്നം? നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് സ്കൂളുകളുടെ ശോചനീയാവസ്ഥയാണ്. തിരുവനന്തപുരത്ത് വേണു മരിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയൂ എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ രംഗത്ത് വന്നിട്ടുണ്ട്. സുജയ, ലേബി സജീന്ദ്രൻ ഗണഗീതം ആലപിച്ചു, ഗണഗീതം പിൻവലിച്ചു, പിന്നെ വീണ്ടും ഗണഗീതം പോസ്റ്റ് ചെയ്തു. അത് അവിടെ പോസ്റ്റ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞാൻ നോക്കുകയായിരുന്നു, ആ പോസ്റ്റ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അത് മാറ്റാനുള്ള ഉദ്ദേശമില്ല എന്ന് തോന്നുന്നു. ഇനി ആ പോസ്റ്റ് നേരത്തെ പിൻവലിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വല്ലതും വരുമോ? കാരണം ആദ്യം ഒന്ന് പോസ്റ്റ് ചെയ്യുന്നു, പിന്നെ റെയിൽവേയുടെ പേജിൽ നിന്ന് നീക്കിയത് എന്തിനാണെന്നുള്ള ചോദ്യം വരുമോ എന്നുള്ളൊരു കാര്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അതും കൂടി ലേബി ഒന്ന് അന്വേഷിച്ചോളൂ. ഇവിടെ വിവാദമല്ല, നമുക്ക് അറിയേണ്ട കാര്യം എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് യാത്രക്കാരൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? നമുക്ക് ടിക്കറ്റ് കിട്ടുമോ? നമുക്കത് ബാംഗ്ലൂർക്ക് പോകണ്ടേ? സുജയ, ബാംഗ്ലൂർക്ക് പോകാൻ ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും ഒരാഴ്ച നടക്കില്ല. അടുത്ത ആഴ്ച പോകണമെങ്കിൽ സുജയ ഇപ്പോൾ തന്നെ അടുത്ത ആഴ്ചത്തേക്ക് ബുക്ക് ചെയ്തോളൂ. കാരണം ടിക്കറ്റ് എല്ലാം തീർന്നു കഴിഞ്ഞു. എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്കുള്ള ടിക്കറ്റ് ഒരാഴ്ചത്തേക്ക് മുഴുവനായും തീർന്നു കഴിഞ്ഞു. വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് കയറി കഴിഞ്ഞു. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ബുക്കിംഗ് കുതിച്ച് പായുന്ന വാർത്ത നമ്മൾ നൽകിയിരുന്നു. ഇന്നലെ തന്നെ രണ്ട് ദിവസങ്ങളിൽ, ആദ്യത്തെ 2 ദിവസങ്ങളിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്കും AC ചെയർക്കാറിലേക്കും ടിക്കറ്റ് തീർന്ന വാർത്ത നമ്മൾ നൽകിയിരുന്നു. ഇന്ന് 11-ന് യാത്ര ആരംഭിക്കുന്നു. 11 അതുപോലെ തന്നെ 16, 17 തീയതികളിൽ ടിക്കറ്റ് ഇല്ല. ബാക്കിയുള്ള ടിക്കറ്റും തീർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ 13, 14 തീയതികളിലൊക്കെ ടിക്കറ്റ് കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. അത് നമ്മൾ പ്ലാൻ ചെയ്ത ഗേൾസ് ട്രിപ്പ് നമുക്കപ്പോ ഈ മാസം അവസാനത്തേക്ക് മാറ്റി വെക്കാം അല്ലേ? നമ്മൾ പ്ലാൻ ചെയ്ത ഗേൾസ് ട്രിപ്പ് നടത്തണമെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് ബുക്ക് ചെയ്യണം. നമുക്ക് ലീവൊക്കെ ക്രമീകരിക്കണ്ടേ? ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലേ ഈ മാസം അവസാനമെങ്കിലും ട്രെയിനിൽ ടിക്കറ്റ് കിട്ടുകയുള്ളൂ. സുജിയ, ഓക്കെ ലേബി. അപ്പോൾ എന്തായാലും ട്രെയിനിൽ ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് ടിക്കറ്റ് ഇല്ല. ലേബി പറഞ്ഞ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രേക്ഷകർ കേട്ടാണല്ലോ. കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് പുറപ്പെടുന്ന രീതിയിലാണ് വന്ദേ ഭാരതിന്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:20-നാണ്. അതായത് നമുക്ക് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വണ്ടിയിൽ പോയി കയറാം. എറണാകുളത്ത് നിന്ന് 2:20-ന് പുറപ്പെട്ട് രാത്രി 11 മണിക്ക് ബംഗളൂരുവിൽ എത്തിച്ചേരും. അപ്പോൾ നമുക്ക് ലഞ്ച് കേരളത്തിലും ഡിന്നർ കർണാടകയിലും കഴിക്കാം. ബംഗളൂരുവിൽ നിന്ന് പുലർച്ചെ 5:10 രാവിലെ ഏർലി മോർണിംഗ് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 ആകുമ്പോൾ ലഞ്ച് ആകുമ്പോഴേക്കും എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങനെയാണ് അതിന്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. ആകെ 9 സ്റ്റേഷനുകൾക്കാണ് സ്റ്റോപ്പ് ഉള്ളത്. എറണാകുളം സൗത്ത്, തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, കൃഷ്ണരാജപുരം, KSR ബംഗളൂരു, അതാണ് അവസാനത്തെ സ്റ്റോപ്പ്. ഇങ്ങനെയാണ് ട്രെയിൻ കടന്നു പോകുന്ന സ്റ്റോപ്പുകൾ. ഭക്ഷണം ഉൾപ്പെടെ എറണാകുളത്ത് നിന്ന് ബംഗളൂരു വരെയുള്ള ചെയർകാർ നിരക്ക് 1615 രൂപയാണ്. എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ ഭക്ഷണം ഉൾപ്പെടെ 2980 രൂപയാണ് ചാർജ്. ഭക്ഷണമില്ലാതെ ചെയർകാർ നിരക്ക് 1095 രൂപയും എക്സിക്യൂട്ടീവ് ക്ലാസ് സീറ്റിന് 2289 രൂപയുമാണ്. റിസർവേഷൻ ഫീസ്, സപ്ലിമെന്ററി കാറ്ററിംഗ് ചാർജുകൾ, GST എന്നിവ ഇതിൽ ഉൾപ്പെടില്ല. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം ഒരാഴ്ചത്തേക്കുള്ള ടിക്കറ്റ് ഇല്ല, പക്ഷേ അടുത്ത ആഴ്ചത്തേക്കുള്ളത് ഇപ്പോൾ ബുക്ക് ചെയ്താൽ കിട്ടും. ഇതാണ് വന്ദേ ഭാരത് അപ്ഡേറ്റ്. നമുക്ക്